തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിനടുത്ത് അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിസ്മയം കണ്ടിട്ടുണ്ടോ? 58 അടി ഉയരമുള്ള ഗംഗാധരേശ്വര പ്രതിമയും പാണ്ഡവരുടെ ഐതിഹ്യം പേറുന്ന മണ്ണും. പ്രകൃതിയും ഭക്തിയും ഇത്ര മനോഹരമായി ചേരുന്ന മറ്റൊരിടം കാണാൻ പ്രയാസമാണ്. അറബിക്കടലിന്റെ തീരത്ത് ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രകൃതി ഭംഗിയാലും നിർമ്മാണ ശൈലിയാലും സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമകളിൽ ഒന്നാണ് ഇവിടെയുള്ളത്. 58 അടി ഉയരമുള്ള ഈ ശില്പം ആഴിമലയുടെ പ്രധാന ആകർഷണമാണ്. ശിവൻ തന്റെ ജടയിൽ ഗംഗയെ വഹിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്ന യുവാവാണ് 6 വർഷമെടുത്ത് ഈ അത്ഭുതകരമായ ശില്പം പൂർത്തിയാക്കിയത്. വെറും 29-ാം വയസ്സിലാണ് അദ്ദേഹം ഇത് നിർമ്മിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ഗുഹാക്ഷേത്രത്തിന് സമാനമായ നിർമ്മിതി. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ മനോഹരമായ ആഴിമല ബീച്ച് സ്ഥിതി ചെയ്യുന്നു. സൂര്യാസ്തമയം കാണാൻ ഇവിടം വളരെ അനുയോജ്യമാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെ പുളിങ്കുടി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 7:30 വരെയാണ് ക്ഷേത്രത്തിലെ സാധാരണ സമയം. കടൽക്കാറ്റേറ്റ് കടലിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന കൂറ്റൻ ശിവപ്രതിമ ദർശിക്കുന്നത് ഭക്തർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ വേറിട്ടൊരനുഭവമായിരിക്കും. ക്ഷേത്രത്തിന് താഴെയായി ഒരു ധ്യാനമുറി ഒരുക്കിയിട്ടുണ്ട്. പാറകൾക്കിടയിലൂടെയുള്ള ഒരു ഗുഹയിലൂടെ കടന്നുപോകുന്ന പ്രതീതിയാണിവിടെ. ഇതിനുള്ളിൽ ശിവന്റെ വിവിധ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. പാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ എത്തിയതായും ദ്രൗപദിക്ക് ദാഹിച്ചപ്പോൾ ഭീമസേനൻ തന്റെ മുട്ടുകൊണ്ട് പാറയിലടിച്ച് ശുദ്ധജലം വരുത്തിയതായും ഒരൈതിഹ്യമുണ്ട്. ഇന്നും കടലിനോട് ചേർന്നാണെങ്കിലും ഇവിടുത്തെ കിണറുകളിൽ ഉപ്പില്ലാത്ത ശുദ്ധജലം ലഭിക്കുന്നത് ഈ ഐതിഹ്യത്തെ ബലപ്പെടുത്തുന്നു. കേരളീയ വാസ്തുവിദ്യയും തമിഴ് ശൈലിയും കലർന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. കൂടാതെ ഗണപതി, അയ്യപ്പൻ തുടങ്ങിയ ഉപദേവതകളുമുണ്ട്. സൂര്യാസ്തമയ സമയത്ത് പ്രതിമയുടെ പശ്ചാത്തലം അതിമനോഹരമായിരിക്കും. ക്ഷേത്ര പരിസരത്ത് ഫോട്ടോ എടുക്കാൻ അനുവാദമുണ്ടെങ്കിലും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാൻ. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ കൃത്യമായ ഡ്രസ് കോഡ് ഇവിടെ നിർബന്ധമില്ലെങ്കിലും മാന്യമായ വസ്ത്രധാരണം പ്രതീക്ഷിക്കുന്നു. കടലും മലയും ചേരുന്ന ഇടമായതിനാലാണ് ഈ ക്ഷേത്രത്തിന് ആഴിമല എന്ന പേര് ലഭിച്ചത്. ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര് പുളിങ്കുടി ആഴിമല ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ്. പണ്ട് ഈ പ്രദേശത്ത് പുലികൾ ധാരാളമായി ഉണ്ടായിരുന്നതിനാലാണ് പുളിങ്കുടി എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് 8-ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാണ്ഡ്യ രാജവംശത്തിന്റെ കാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്നവരുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ ചിട്ടയായ രീതിയിൽ ക്ഷേത്രപ്രതിഷ്ഠയും മറ്റും നടന്നതെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. പാണ്ഡവർ തങ്ങളുടെ വനവാസകാലത്ത് അജ്ഞാതവാസം നയിക്കാൻ ഈ തീരത്തെ പാറക്കൂട്ടങ്ങൾക്കിടയിലുള്ള ഗുഹകൾ ഉപയോഗിച്ചിരുന്നതായി ഐതിഹ്യമുണ്ട്. ദ്രൗപദിക്ക് ദാഹിച്ചപ്പോൾ ഭീമസേനൻ തന്റെ മുട്ടുകൊണ്ട് പാറയിലടിച്ചെന്നും അവിടെ നിന്ന് ശുദ്ധജലം ഉറവയെടുത്തെന്നും പറയപ്പെടുന്നു. കടലിനോട് ഇത്രയും ചേർന്ന് നിൽക്കുമ്പോഴും ഇവിടുത്തെ കിണറുകളിൽ ഉപ്പില്ലാത്ത ശുദ്ധജലം ലഭിക്കുന്നത് ഈ ഐതിഹ്യത്തെ ബലപ്പെടുത്തുന്നു. കേരളീയ വാസ്തുവിദ്യയും തമിഴ് ശൈലിയും കലർന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. കൂടാതെ ഗണപതി, അയ്യപ്പൻ തുടങ്ങിയ ഉപദേവതകളുമുണ്ട്.